ജപ്പാനിൽ ഇന്ന് ശക്തമായ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ച ജപ്പാൻ സർക്കാർ ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരം: പസഫിക് തീരത്തെ ഒരു മെഗാ ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇത് വിനാശകരമായ സുനാമിക്ക് കാരണമാകുമെന്നും 3 ലക്ഷം ആളുകൾ ഈ ഭൂകമ്പത്തിൽ മരിക്കുമെന്നും 8 മുതൽ 9 വരെ തീവ്രതയുള്ള ഭൂകമ്പത്തിന് 80% സാധ്യതയുണ്ടെന്നും $1.81 ട്രില്യൺ നഷ്ടമുണ്ടാകുമെന്നും ജപ്പാൻ സർക്കാർ റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇന്ന് അല്പസമയത്തിന് മുൻപേ ജപ്പാനിൽ 6.2 തീവ്രതയുള്ള ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു. ജപ്പാനിലെ ക്യൂഷുവിലാണ് ഭൂകമ്പം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാലാവസ്ഥ മുന്നറിയിപ്പ്: വരും മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യത.